ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കി നോക്കിയാലോ. നമ്മൾ ഈ ഷോപ്പിലൊക്കെ മേടിക്കുന്ന പോലെയുള്ള ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുമ്പോൾ ഐസ് ക്രിസ്റ്റൽസ് മേടിക്കാറുണ്ട്. അതൊക്കെ ഒഴിവാക്കിയിട്ട് കറക്റ്റ് കൊമേഴ്ഷ്യലായിട്ടുള്ള ഐസ്ക്രീം. ഒരു 2 സ്പൂൺ കോൺഫ്ലവർ, 2-2.5 സ്പൂൺ കോൺഫ്ലവർ, അതിലേക്ക് മിൽക്ക് മേഡും കൂടി മിക്സ് ചെയ്ത് നല്ലോണം ബീറ്റ് ചെയ്ത് വയ്ക്കുക. സ്പൂൺ കൊണ്ട് കലക്കിയാൽ മതി, ബീറ്റ് ചെയ്യണമെന്നില്ല. അത് കഴിയുമ്പോൾ ഒരു 1.5 ലിറ്റർ മിൽക്ക് ബോയിൽ ചെയ്യുക, നന്നായിട്ട് ബോയിൽ ചെയ്യുക. വെള്ളം ഒഴിക്കണമെന്നില്ല, വെള്ളം ഒഴിക്കാണ്ട് നന്നായി സ്റ്റിർ ചെയ്ത് ബോയിൽ ചെയ്യുക. അടിയെ പിടിക്കാതെ നോക്കണം കേട്ടോ. ഇത് നന്നായിട്ട് ബോയിലായി വരുമ്പോൾ നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ച മിക്സറും കൂടി ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യുക. അവിടെ ഒരു ക്രീം കണ്ടീഷനിൽ നമ്മൾ ആക്കി സെറ്റാക്കണം അതിനെ. നമ്മൾ ഇതിൽ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ഷുഗർ ഒരു 1.5 ലിറ്റർ മിൽക്കിന് ഒരു 1/2 കിലോന് താഴെ ഷുഗറിൻ്റെ ആവശ്യമുള്ളൂ. ഓരോരുത്തരും മധുരം അനുസരിച്ച് ചേർക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കോൺഫ്ലവറൊക്കെ ആഡ് ചെയ്തുകൊണ്ടാണ് മിൽക്ക് ഇങ്ങനെ തിക്കായി വന്നിട്ടുള്ളത്. ഇനി ഇതിനെ തണുക്കാൻ വയ്ക്കണം. തണുത്ത് കഴിയുമ്പോൾ കൊക്കോ പൗഡറും എമൽസിഫയറും കൂടി ഉള്ള മിക്സ്ചർ ഇതിൽ ആഡ് ചെയ്യണം. ഈ എമൽസിഫയർ നമുക്ക് ഷോപ്പിലും ഓൺലൈനിലായിട്ടും മേടിക്കാൻ കിട്ടും. ഇത് ചേർക്കണം, എന്നാൽ ഐസ്ക്രീം സ്ട്രക്ചർ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതിനുശേഷം ഇത് മിക്സിയിൽ അടിച്ചിട്ട് നമ്മൾ ഓരോ ബൗളിലാക്കി ഫ്രീസറിൽ വയ്ക്കണം. 12 hours ആകുമ്പോൾ ഇത് ഹാഫ് സെറ്റാവും. 24 hours വേണം ഇത് ഫുൾ സെറ്റാവാൻ. അപ്പോൾ ഇത് ഒരു 12 hours ശേഷമുള്ള ഒരു സ്റ്റേജാണ് അത്. ഇതാണ് നമ്മൾ 24 hours ശേഷം കറക്റ്റ് ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇതിൽ നമ്മൾ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുമ്പോൾ ഐസ് ക്രിസ്റ്റൽസ് കടിക്കാറുണ്ട് ഇല്ലേ. ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റും. നമുക്ക് കറക്റ്റ് ഷോപ്പിൽ നിന്ന് എങ്ങനെയാണ് ഐസ്ക്രീം മേടിക്കുമ്പോൾ നമുക്ക് കിട്ടണ അതേ കണ്ടീഷനിലായിരിക്കും ഇത് നമുക്ക് കിട്ടുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ.